എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടൊരു സ്നാക്കാണ്. അതായത് പഴം കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് പഴുത്ത 2 നേന്ത്രപ്പഴം കേട്ടോ. ഒരുപാട് പഴുക്കരുത്, ഒരു നോർമലായിട്ടുള്ളൊരു പഴുത്തത്. പിന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ നെയ്യ് ഇടാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ വറവായി വരുമ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മധുരം, പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റീവിയാണ് ചേർക്കുന്നത്. പഞ്ചസാര ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കാപ്പൊടിയും വേണം. അതിൻ്റെ മുമ്പേ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വരട്ടിയെടുക്കുക. ഇത് കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു 1/4 കപ്പൊക്കെ മതിയാവും. ഈ തേങ്ങ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ വെള്ളം വറ്റുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടുക. എന്നിട്ട് നമുക്ക് ആ വെള്ളം വറ്റണ വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ടാവും. ഇതുപോലെ ആവണം കേട്ടോ. ഇനി അത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് അതുപോലെ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്യുക. ആ മുട്ടൻ്റെ മഞ്ഞയൊക്കെ ഒന്ന് കലങ്ങണം. അതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ 1/2 കപ്പ് മൈദ ചേർക്കുക. മൈദ ചേർത്തിട്ട് നല്ല കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കണം. പിന്നെ വെള്ളം ആവശ്യമെങ്കിൽ പിന്നെ ചേർത്താൽ മതി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കാൻ. ഇനി നേന്ത്രപ്പഴം ഒന്ന് ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുക്കുക. അതായത് ഒരു ചെണ്ടൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കുക. ഇനി അതിൻ്റെ നടുക്കത്തെ ആ കുരുവുള്ള ഭാഗം ഒന്ന് മാറ്റണം. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ച് കുത്തിയെടുത്തേ ഉള്ളൂ. കത്തി കൊണ്ടും അതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ആ തേങ്ങൻ്റെ കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ താഴത്തെ ഭാഗം ഒന്നിങ്ങനെ പിടിക്കണം കേട്ടോ, മറിച്ച് പിടിക്കണം. എന്നിട്ട് ഉള്ളിൽ നല്ല ടൈറ്റിലൊന്ന് നിറച്ച് കൊടുക്കുക. അപ്പുറത്ത് കൂടെ പോവരുത്. അപ്പോൾ അതിനൊരു വിരൽ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഇങ്ങനെ 2 സൈഡും ടൈറ്റായിട്ട് അങ്ങനെ നിറച്ച് വെക്കുക. അപ്പോൾ ബാക്കിയുള്ള പീസുകളും ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഫില്ലിങ്ങിൽ പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കുക. ശർക്കര ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് ചേർക്കുക കേട്ടോ. പിന്നെ അതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തുനിന്ന് എടുത്ത ആ ഒരു പഴത്തിൻ്റെ പീസില്ലേ, അതിലേക്ക് കുറച്ച് ടൂത്ത് പിക്കുകൾ ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. നനഞ്ഞ ടൂത്ത് പിക്ക് വേണം കേട്ടോ കുത്തി കൊടുക്കാനായിട്ട്. അതപ്പോൾ ചെണ്ടയും കോലുമായി. ഇപ്പോൾ ഇതൊന്നും കഴിക്കാത്ത കുട്ടികളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കുന്നവർ കഴിക്കും കേട്ടോ. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ പീസും ഇങ്ങനെ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക. കാരണം ഇത് പിന്നെ കുറച്ച് കട്ടിയുണ്ടല്ലോ, അപ്പോൾ ഉള്ളൊക്കെ വേവാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ വല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും മുരിപ്പിച്ചെടുക്കുക, പഴംപൊരി പോലെ തന്നെ. അപ്പോൾ ഈ കോലൊക്കെ ഞാൻ പൊരിച്ച് മാറ്റി. അതേപോലെ നമുക്ക് ആ ചെണ്ടൻ്റെ ഷേപ്പിലുള്ളതും കൂടെ മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പോൾ വൈകുന്നേരം ചായൻ്റെ ടൈമിലോ രാവിലെയോ ഒക്കെ ഇത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് പുറത്തുനിന്ന് ബേക്കറിത്തൊക്കെ സ്നാക്സ് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയുള്ളതൊക്കെ ഓരോ വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഓരോ വെറൈറ്റി പേരൊക്കെ പറഞ്ഞിട്ട് കൊടുത്ത് കഴിപ്പിക്കുക കുട്ടികളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് ഇവിടെ ചെയ്ത് കഴിഞ്ഞ്. ചെണ്ടയും കോലും ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.